ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ ഒന്ന് കളറിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി ഞാൻ ഹെയർ കളറിങ് ചെയ്തിട്ട് കേട്ടോ. 1.5 വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഒന്ന് ഹെയർ കളറിങ് ഞാൻ സ്വയം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഫസ്റ്റ് ചെയ്തത് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തതാണ്. അപ്പോൾ ഇപ്പം ഞാൻ സ്വയം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു നമ്മുടെ പ്രൊഡക്റ്റ് കേട്ടോ. ഇപ്പോൾ ഈ ഇതും കൊണ്ടാണ് നമ്മൾ സ്ട്രെക്സിൻ്റെ ഈ ഒരു കോഫി കളക്ഷൻ കാപ്പിച്ചിനോ ബ്രൗൺ, അതാണ് ഞാൻ ഇന്ന് ഹെയർ കളറിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് ഹെയർ കളറിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്ട്രെക്സിൻ്റെ അൾട്രാ ലൈറ്റ് ഹൈലൈറ്റിംഗ് കിറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനായിട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിനധികം പ്രൈസ് ഒന്നും വരുന്നില്ല. ഏകദേശം ഒരു 190 രൂപയായിട്ട് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് നമ്മളത് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും നിങ്ങളിത് വാങ്ങിച്ച് നോക്കി യൂസ് ചെയ്യുക. എന്നിട്ട് ലെങ്ത്ത് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ഇതാണെന്നുള്ളത് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 190 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ചിലർക്ക് അലർജി അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് ഈ ഒരു കവറിൻ്റെ ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ 2 പാക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഏതാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ, പലതരത്തിലുള്ള കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്രഷ്, കണ്ടീഷണറൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പറ്റാതിരിക്കാനായിട്ട് നമുക്ക് ഗ്ലൗസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻസ്, നമ്മളിത് എങ്ങനെ ഹൗ ടു യൂസ് എന്നുള്ള ആ ഒരു എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നൊക്കെ ജസ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വാഷ് ചെയ്യണം, എത്ര മിനിറ്റ് വയ്ക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതെല്ലാം പൊട്ടിച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു അലൂമിനിയം ഫോയിലും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് പുരട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാനായിട്ടൊക്കെ വളരെ നല്ല ഹെൽപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അലൂമിനിയം ഫോയിലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 100 സംതിങ് ആണ്, 100 ചില്ലായിരം രൂപയുള്ളൂ. അപ്പം ഇത് നമ്മുടെ വീടുകളിൽ മിക്കവരുടെ കയ്യിലുണ്ടാവും. അപ്പം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊരു പേപ്പറിൽ നമ്മൾക്ക് എങ്ങനെ ഹൗ ടു യൂസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നോക്കി വായിച്ചതിന് ശേഷം മാത്രം നിങ്ങളിത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരോടാണ് ഞാനീ പറയുന്നത്. കാരണം നമുക്ക് പല കളറ് നമ്മളെ ഹെയർ കളർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന കളറ് വേറെ ആണെങ്കിൽ നമുക്കത് വളരെ വിഷമമായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ മോച്ച ബ്രൗൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 2 മാത്രം ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ അതാകുമ്പോൾ ഈ ഒരു കളറ് നമുക്ക് കിട്ടും. മോച്ച ബ്രൗൺ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു കളർ സെലക്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ഏതാണോ ആ ഒരു രീതിയിൽ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളിത് യൂസ് ചെയ്താൽ മതി. ഇത് 2 പാക്കറ്റും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അത് സ്റ്റെപ്പ് 2ൽ 2 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒരു ബൗളിലോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. ആ കയ്യിൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിനെ ഞാൻ നേരത്തെ കാണിച്ചില്ല, അപ്പോൾ അതും കൊണ്ടാണ് ആ ഒരു സ്പൂൺ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു സ്മെല്ലുണ്ട്, ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അത് വലിയ കുഴപ്പം എനിക്ക് തോന്നിയില്ല. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് വലിയ കുഴപ്പം തോന്നുന്നില്ല കേട്ടോ ഈ ഒരു സ്മെല്ല്. അപ്പം നമ്മുടെ ഈ ഒരു കളർ വന്നിരിക്കുന്ന ഒരു വയലറ്റ് പോലത്തെ ഒരു കളർ ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു കളർ ആവട്ടെ. അപ്പോൾ ആരും പേടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് മോച്ച ബ്രൗൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എന്താ പറയുക
അതിന് വേണ്ടിയിട്ട് അയ്യോ നമ്മളുടെ മെയിൻ സംഭവം ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്ലൗസ് നമ്മൾ ഇട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഭയങ്കരമായിട്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്നും പിന്നെ ആകെ അലൂമിനിയം ഫോയിൽ മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്തേച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇനി അതില്ലാത്തവരാണെങ്കിൽ വല്ല ഈ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അത് അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഗ്ലൗസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും അധികം ആവത്തില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം, നിങ്ങളുടെ ഹെയറിൽ എവിടെയാണോ ഇഷ്ടം, അപ്പോൾ അവിടെ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇവിടെ അലൂമിനിയം ഫോയിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ എൻ്റെ ദേ ഇവിടെ ഇതെല്ലാം ഹെയറിലൊക്കെ എനിക്ക് ഒരുപാടൊന്നും ഞാൻ മേളിലോട്ടൊന്നും ഇടുന്നില്ല കേട്ടോ. താഴേലാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമ്മളുടെ ഇഷ്ടമുള്ള ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഹെയറിൽ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ദേ ഇവിടെ താഴെയാണ് കളറിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു ഷാമ്പു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അപ്പം ഞാനിവിടെ മുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുടിയിൽ നല്ല രീതിയിൽ എണ്ണയൊന്നും പാടില്ല കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് കളഞ്ഞ് ഹെയർ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് അതൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ഇത് ഒരു സ്റ്റെപ്പ് 2 മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കളറൊന്ന് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സമയം എടുക്കുന്ന പോലെ തോന്നി. അപ്പോൾ 30 മിനിറ്റ് കൂടുതലാണ് ഞാൻ എടുത്തത്. കാരണം അത് കളറ് പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ കുറേ നേരം പിടിച്ചതുകൊണ്ട് ഇങ്ങനെ സമയം എടുത്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.